സിംഗർ കഫേ. ഇത് ജസ്റ്റ് നമ്മുടെ സംഘത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ കഫേ പിന്നെ ബുക്ക് ഷോപ്പും എല്ലാം കൂടെ ആയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കഫേ ഉണ്ട്. ആൻഡ് ഇവിടെ ബുക്ക് ഷോപ്പുണ്ട്. ഇവിടെ ഞങ്ങൾ ഇന്നലെ കയറി നോക്കിയായിരുന്നു. ഇവിടെ ബുക്സ് കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്. പിന്നെ കുറച്ച് സുവനീഴ്സ് ഉണ്ട് ഇവിടെ. എല്ലാം ജസ്റ്റ് ഇന്നലെ ഒരു സോനിയർ വാങ്ങിയിരുന്നു. ഇന്നലെ ഇവിടെ ഒരു സോനിയർ വാങ്ങിയിരുന്നു. ജസ്റ്റ് കാണിച്ചിടാം. ഇവിടെ കുറേ ബുക്സ് കാണാം. ഇതൊക്കെ ബുക്ക് മാർക്സ് ആണ്. ആൻഡ് ഇത് കൈൻഡ് ഓഫ് എന്തോ ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണ്. ഇത് ഇതിൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1100 വരുന്നത്, 1200 സംതിങ് വരും. ഇത് ഐ തിങ്ക് ടിഷ്യൂ ബോക്സ് ആണ് കണ്ടത്, നോട്ട് ഷുവർ. ഇതൊക്കെ ഓരോ വെറൈറ്റി ഓഫ് മാട്രോഷ്ക ഡോളാ തോന്നുന്നു. ഇതല്ല ഇത് അങ്ങനെയാണ് പ്രൊനൗൺസ് തോന്നുന്നു. മാട്രോഷ്ക ആണെന്തോണ്. ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് 790 ആണ്. ഇതിന് വരുന്നത് ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഓരോന്നോരോന്നുണ്ടാണ്. ഇതിങ്ങനെ തുറക്കുമോ? തുറക്കാൻ പറ്റും. തിരിച്ചാൽ മതി. 1 പിന്നെ 2 3 അങ്ങനെ. ഇല്ല, അതും തുറക്കാം. അങ്ങനെ തുറന്നു കിട്ടും. ഇതിന്റെ അകത്തൊരു ചെറുതുണ്ട്. ഇതൊക്കെ പോസ്റ്റ് കാർഡ്സ് ഉണ്ട്. 130 റൂബിൾസിനൊക്കെ 120 റൂബിൾസിന് നമുക്കിങ്ങനെ ഓരോ ഗ്രീറ്റിങ്സോ എന്തെങ്കിലുമൊക്കെ എഴുതി ഇങ്ങനെ കൊടുക്കാം, ഗിഫ്റ്റായി കൊടുക്കാം. നമ്മൾ കഴിച്ചതിൻ്റെ ബുക്ക് ഇവിടെ ഈ ഡോണറ്റാണ് ഞങ്ങൾ കഴിച്ചത്. ഇവിടെയൊക്കെ 99 നല്ല ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഒരു വലിയൊരു വെർഷനാണ്. ഇതാണ് ഞങ്ങൾ നേരത്തെ വാങ്ങിയത്. ഇതൊക്കെ 99 ആണ്. ഇനി ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് വന്ന് നോക്കണം. 99 കളക്ഷൻസ് ഉണ്ട്. ഇത് കീ ചെയിനാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നുള്ള ഇത് കൊള്ളാമല്ലോ. 350 ആണ്. ഇതൊക്കെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ കീ ചെയിൻസ്. അതിൻ്റെ ഇതൊക്കെ ഒരു 200 വരുന്ന ഇതൊക്കെ സ്പെക്സിൻ്റെ കവറ്, സ്റ്റിക്കേഴ്സ്, പല ടൈപ്പിലെ കപ്സ് കാര്യങ്ങളുണ്ട്, പ്രിൻസ് ഉണ്ട്. ആൻഡ് ഈ ഡോൾസിനൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസാണ്. പിന്നെ ആ ഒരു ഏരിയ വരുന്ന ഫുൾ ബുക്കാണ്. പിന്നെ ഈ സൈഡിൽ മൊത്തം കുറെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, സ്റ്റേഷനറി ഐറ്റംസ്. നമ്മളവിടെ മറ്റേ ഷോപ്പില്ലേ ബുക്കിന്റെ എന്താണ് പറയല്, ലുലുവിലുള്ള എല്ലായിടത്തും ഉണ്ടല്ലോ, ബാംഗ്ലൂരൊക്കെ ഉള്ള. മറന്നുപോയി, കിട്ടണില്ല. അത് അതിന്റെ പോലെ ഉണ്ട്. ആൻഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. 300 ചോക്ലേറ്റ്സ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ചോക്ലേറ്റ് ഭയങ്കര റേറ്റ് ആണ്. 399. ഞങ്ങൾ ഈ സെയിം ചോക്ലേറ്റ് 200 മേടിച്ചു. ഇതിനകത്ത് മാഗ്നറ്റ് വരുന്നതാണ്. പല ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ വിത്ത് മാഗ്നറ്റ് ആണ്. ഇത് മാഗ്നറ്റ് വരുന്നതാണ്. പിന്നെ ഇവിടെ സോക്സ്, ഗ്ലൗസസ്. മുകളിലോട്ടൊന്ന് കയറി വെക്കാം. മോളിൽ പോയി നോക്കാം. എന്താണോ വില? ഞങ്ങളെ മോളത്തെ കഫേയിലൊന്ന് കയറി നോക്കാം. ലിഫ്റ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ആക്ച്വലി ഒരു കഫേ ആൻഡ് ബുക്ക് സ്റ്റോറാണ്. കഫേ റെനെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര് കഫേയുടെ. ഐ തിങ്ക് ഇവിടെയൊക്കെ ഉള്ള കിഡ്സ് സെക്ഷനാണെന്ന്. ഇതൊക്കെ ഇവിടുത്തെ പിനോക്കിയോയുടെ വേർഷനാണിത്. അതിവിടെ ക്യൂട്ട് ബുക്ക് മാർക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞതാ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ അല്ല, നമുക്ക് അവിടെ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് കൈ കുടിക്കാം. ഇവിടെ ഇരുന്നിട്ട് കുടിക്കാം. അതാണ് ഇവിടുത്തത്. അതെ, ഞാൻ എന്തായാലും ഇവിടെ നോക്കട്ടെ. ഹൗസ് അല്ല, ബുക്കുകൾ ഇതാ കണ്ട അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ആയിരിക്കും. ഞങ്ങളെന്തായാലും അവിടെ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ നോക്കുക. അവിടെ തിരക്കായിരിക്കും എന്തായാലും.
ഓ ഇവിടുന്ന് കത്തീഡ്രലിൻ്റെ വ്യൂ ഉണ്ട്. കസാൻ കത്തീഡ്രലിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ് ആൾക്കാർക്ക് ഇരിക്കാൻ. ഇവിടെ ആൾക്കാർ കഴിക്കും. ഇവിടെ കസാൻ കത്തീഡ്രൽ കാണാം. ആൻഡ് ഇതാണ് ആ കോഫി ഷോപ്പ്. അയാൾ ബുക്ക് വായിച്ച് ഡ്രസ്സൊക്കെ പേപ്പർ കൊണ്ട് സ്റ്റിച്ച് ചെയ്തു തോന്നണം. അങ്ങനത്തെ ഇല്ലേ, അയാൾ മൊത്തം പേജസ് വെച്ചിട്ട് ചെയ്തൊരു. അതിൻ്റെ ബാക്കിൽ മറ്റേ ബുക്സ് കാണാം, കോമിക്സ് കാണാം. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് റഷ്യൻ കോമിക്സ്. ഈ ബുക്ക് കഫേ എന്നുള്ള ഞങ്ങൾ ഇറങ്ങുവാണ്. അതിന് മുമ്പ് നമുക്ക് മെയിനൊരു സംഭവത്തിനകത്ത് കാണിച്ചിട്ട് ഇന്നലെ കണ്ടതാണ്. ഇവിടെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഇത് കാർഡ്ബോർഡ്സ് വെച്ച് ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ഐ തിങ്ക് ഇത് ലെനിൻ അല്ലേ, ലെനിൻ, ഇത് യൂറി, ഗഗാറി ആൻഡ് മെസ്സി, റൊണാൾഡീനിയോ. ഇവരുടെയൊക്കെ ഇത് നമുക്ക് കിട്ടും. ഈ സാധനം ഇത് കാർഡ്ബോർഡ്സ് ഇത് വെച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് ഉണ്ടാക്കാം. റൊണാൾഡീനിയോയ്ക്ക് 1600 ആൻഡ് മെസ്സി വന്ന് 2200. ഇവിടെ ഫ്രോസൻ്റെ ഉണ്ട്, ഹാരി പോട്ടർ ഉണ്ട്. ആൻഡ് ഹാരി പോട്ടർ ഒക്കെ അത്യാവശ്യം റേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ ഇതാണ് ഹാരി പോട്ടറിൻ്റെ ചെയ്ത് വെച്ചിട്ട്. ഫ്രോസൻ്റെയും ഇതിൻ്റെയൊക്കെ നോക്ക്. ഇവിടെ ഇതെല്ലാം നേരത്തെ കണ്ട ബ്രിഡ്ജ് വേണ്ട ഇതെന്തോ സംഭവം കേട്ടോ, വലിയ സംഭവമാണത്. ഇവിടുത്തെ ഇവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ സുവനീഴ്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഓ ഇനി നമ്മൾ ചർച്ച് ഓഫ് സേവിയർ ബ്ലഡിലേക്ക് പോവാണ്. മാപ്പിലാണോ ജസ്റ്റ് നോക്കി പോകാം. ഇവിടുന്ന് ഇങ്ങനെ കാണുന്നത് കണ്ടു പോവാം. ഇവിടെ ഒരു ക്യാൻഡി ഷോപ്പ് പോലെ സ്റ്റാർസ് കോഫി അല്ല, സ്വീറ്റ് ഷോപ്പ് ആയ സ്റ്റാർസ് കോഫി ഉണ്ട്. അങ്ങനെയാണ്. ഇവിടെ സ്പെഷ്യൽ എഡിഷൻ കിൻഡർ ജോയ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ കയറുകയാണ്. മെൻഡോസ് ഉണ്ട്. ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്, ബബാറ്റീസ് ഉണ്ട്. And here we go. Stranger Things. 1200 രൂപ. കിൻഡർ ജോയ് മൂന്നെണ്ണത്തിന് 400 രൂപ. ഇത് 900. ഭയങ്കര ഓവർ. ഇവിടെ ഞങ്ങൾ സാധനം കണ്ടു, പക്ഷെ വാങ്ങുന്നില്ല. ഭയങ്കര ക്യൂട്ട് ഷൂവിൻ്റെ ഷേപ്പിലുള്ള ക്യാൻഡി, ക്യാബേജ്, പിന്നെ പിന്നെ ഒരു ഡക്ക്, പെപ്പർ പിഗാണത്, പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലുള്ള ജെല്ലീസ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചൈനീസ് ജെല്ലീസ്, സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. റെഡിക്ക് കാണിക്കട്ടോ. ഫിഷിൻ്റെ ഷേപ്പിലുള്ള കാണാം. ഐപൂൾ ഇതവിടെ. സൺഫ്ലവർ എന്താ, സ്ട്രോബെറി. ഇതൊക്കെ എന്താ, ബീഫ് ജെർക്കി, സ്പൈസി സ്ലൈസ്. ചൈനീസ് കൊറിയൻ സാധനങ്ങളാണ്. ഇവിടെ സോനിയാസ് 150 കൊള്ളാം. ഇത് നോക്ക്, 5 400. 400. ഇത് എത്ര എണ്ണം? മാഗ്നറ്റ് ഇവിടെ ഞാൻ എന്തെങ്കിലും വാങ്ങും. ഓക്കെ, 10 ബൈ. ഇത് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതായിരിക്കും. ഇവിടെ ഇത് എത്ര, 90? 490. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇതൊക്കെ സാമ്പിൾസാണ്. ഇതെന്താ, ഇത് വാങ്ങിയാലോ? സിമ്പിളായാലോ? സിമ്പിളായ എനിക്കൊരു ഐ ലവ് വേണേനോ. ഓ ഇത് കൊള്ളാം. 250 ആണ്. ബട്ട് മാർബിൾ ഉണ്ടാക്കിയത്. ഇങ്ങനെ വെക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇവിടെ കീ ചെയിൻസ് ഉണ്ട്. ഇത് അവിടെ ഒരു ഡോണറ്റ് ഉണ്ട്. ഡോണറ്റിൻ്റെ ഷേപ്പിൽ
സ്ട്രീറ്റ്. ക്യാൻഡീസ് ആണ് ഇവിടെ ഫുള്ളുള്ളത്. ചോക്ലേറ്റ് ആൻഡ് ഇവിടെ ലബൂബ്, ഡോൾ ലബൂബ്. പക്ഷേ 450 രൂപ ഉള്ളൂ. ഇതിപ്പോൾ പുതിയൊരു സാധനം, അതിൻ്റെ പേരെന്തായിരുന്നു? ഒരു വൃത്തികെട്ട രൂപമുള്ള ഇങ്ങനത്തെ ട്രെൻഡ്. കുട്ടികൾക്കൊന്നും ക്യൂട്ട് സ്റ്റഫ്സ് എല്ലാം ഇഷ്ടം. വിയേർഡ് സംഭവം, വിയേർഡ് സാധനങ്ങളാണ്. ഞങ്ങൾ ഓൾറെഡി ഒരു ലബൂബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ടേ. സോ ഇപ്പോൾ അധികമൊന്നുമില്ല. പിന്നെ കുറേ ക്യാൻഡീസ്, ചോക്ലേറ്റ്സ്. ഓക്കെ, ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങണമെങ്കിലേ റഷ്യൻ ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ടാണ് ഇവിടുന്ന് വാങ്ങുന്നത്. നിങ്ങളിവിടെ നേരെ കാണുന്ന ഈ സ്റ്റോക്കോ ബാർ എന്നുള്ള ഈ കഫേസ് ഉണ്ടോ? ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറാം അല്ലേ? എന്ത് സ്റ്റോക്കോ ബാർ കണ്ടു കഴിഞ്ഞാൽ കയറുക. കാരണം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ക്യാൻറ്റീൻസ് ആണ്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻസ്. ഇവിടുത്തെ ഒരു ബുക്ക് ഷോപ്പ് വെറുതെ കയറി നോക്കുവാണ്. നേരത്തെ അവിടെ നിന്ന് കയറിയിട്ട് അങ്ങനെ വാങ്ങിയില്ല. ഇവിടെ കീ ചെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 600 റുപ്പീസാണ്. -50% തരുമോ? ഇത് 500 സംതിങ് ആണ്. ഹായ്. 50% discount of all price. For everything? Yes, except red price. Finish. ഓക്കെ. എന്ത്? ഇതൊക്കെ ഓഫർ ഉള്ളല്ലോ. ഇതെടുത്തുള്ള റഷ്യയുടെ ഈ ഒരു മാഗ്നറ്റ് ഞങ്ങൾ എടുക്കുകയാണ്. പിന്നെ ഇതെന്താ? 9,200 ആണ്. പിന്നെ റഷ്യൻ ഫ്ലാഗ്സ്, സ്പെക്സ്. അതൊക്കെ അത്യാവശ്യം പ്രൈസിയാണ് ഇവിടെ. എടാ ഇവിടെ റഷ്യൻ്റെ ഒരു, പക്ഷേ ഇത് ബോട്ടിൽ ഓപ്പണറാണ്. അത്യാവശ്യം പ്രൈസ് ഉണ്ട്. 300 400 ഒക്കെ ഉണ്ട്. 350 ഉണ്ട്. ഇവിടെ ഒരുപാട് ബുക്ക് മാർക്സ് ഒക്കെയുണ്ട്. ഇതിന് 50% ഓഫ് വരുന്നുണ്ടല്ലോ. ഇതെന്താ ബുക്ക് മാർക്ക്? ബുക്ക് മാർക്ക് സ്റ്റിക്കേഴ്സിനൊക്കെ ഭയങ്കര വരാമല്ലോ. ഫോട്ടോ കാർഡിനൊക്കെ. ഇതെന്താ പോസ്റ്റ് കാർഡാ? പോസ്റ്റ് കാർഡ് 60%. ഇതൊക്കെ പ്ലേയിങ് കാർഡ്സ്, സ്റ്റാമ്പ്സ്. എനിക്ക് പണ്ട് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് എൻ്റെ കയ്യിൽ റഷ്യൻ സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു ഇതിൽ റഷ്യൻ സ്റ്റാമ്പ്സ്. മറ്റേ നോട്ട CCP എന്നുള്ള, അതായത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്തുണ്ടായിരുന്നു റഷ്യൻ സ്റ്റാമ്പ്സിൻ്റെ ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ ഫ്ലാസ്കാണ്. പുട്ടിൻ്റെ ഫ്ലാസ്ക്. സോ ഇവിടെ ലൈറ്റേഴ്സ് ഉണ്ട്. ഇതിന് എത്രയാണോ ഇതിൽ കാണിച്ച പോലെ തന്നെ ഇതിന് ഇതിന് 70%. പക്ഷെ അവിടെ അത് ഓഫറിലാണ്. നമുക്ക് ചോദിച്ചോക്കാം. 50 ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള എല്ലാതും അങ്ങനെ ഉണ്ടാവോ? ഇതിനിട്ടിരിക്കുന്നു, ഓഫർ ഇട്ടിരിക്കുന്നു. അതിന് ബാക്കിലുള്ള എന്താ? അതൊക്കെ പൈസ. അത് ഇതാണ് മറ്റേ നോട്ട്ബുക്കല്ല. ഒന്ന് നോക്കി വെക്കാൻ പറ്റും. വേറെ നോക്കട്ടെ. കളറുണ്ട്. ഈ ഡോൾസിയോ ഇതൊക്കെ ഓഫർ കിട്ടുന്നത്. ഇതാ 89 2000 ചെയ്യുന്നത്. അടുത്താലോ? അടുത്ത് രണ്ടെണ്ണം എടുത്തോ. ഇത് ഷോപ്പ് വാങ്ങാൻ പറ്റത്തല്ല. അല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു മോഡൽ. രണ്ടെടുക്കലാ? രണ്ടെണ്ണം എടുത്തോ. അല്ല, ഈ 27 ആണോ ഇതിന്? 99 ആണോ 89 ആണോ കൊടുക്കാം? പെൻസിൽ. ഇത് ഈ മാഗ്നറ്റോ? മാഗ്നറ്റ് അല്ലേ? അത് എത്രയാണ്? എത്ര കൊടുത്തിട്ടില്ല. അത് കൊള്ളൂല്ലോ. പെൻസിലാണോ 35? പെൻസിൽ. ആ വേണ്ട.
ഇതൊക്കെ ഫുൾ ഹാൻഡ് പെയിൻറ്റിങ്ങും ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതുണ്ടോ ഇതെല്ലാം ഇതൊക്കെ ഒരു ക്രിസ്മസ് ട്രീ ഹാങ്ങിങ്സ് ആണ്. സെയിമൊക്കെ സാന്താക്ലോസിൻ്റെ ഒക്കെ അടിപൊളി സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഞങ്ങളിപ്പോൾ എടുക്കുന്നത് ഓഫറിലുള്ള സാധനങ്ങൾ മാത്രം. ഇത് ഒരെണ്ണത്തിൻ്റെയൊക്കെ വരുന്നത് 12,000 ഒക്കെയാണ്. ഇതിനൊക്കെ 12,000 ആണ്. ആൻഡ് സ്മോൾ തിങ് വരുന്നത് 7,000, ഇത് 8,000. ഇതിൻ്റെ വർക്ക് കൂടുതലനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുക. ഒരു ചാരിയോട്ട് കാണാം, അടിപൊളി ക്യൂട്ടായിട്ടുണ്ട്. നല്ല റേറ്റ് പറയാം. ഇതൊരു വെറുതെ പോകുന്നതാണെന്ന് തോന്നുന്നു. ഇതാണ് ആ കാണുന്ന ചാരിയോട്ട്. ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു ലുലുവായിട്ട് ലബൂബിന് ഫോട്ടോ എടുത്തതാണ്. ഞങ്ങളിതുവഴി ആ സ്ട്രീറ്റിൽ കൂടെ വെറുതെ ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ വലിയ തണുപ്പില്ല. നമ്മൾ ഗ്ലൗസ് ഒക്കെ ഊരിയിട്ട് നിന്നാലും അത്രയ്ക്കും വലിയ ഇത് തണുപ്പില്ല. ഇത് ഫുള്ള് ലബൂബിൻ്റെ ഷോപ്പാ. വലിയ സൈസ് ലബൂബിനെ കാണാം. വേണോടെ ലബൂബ് അൺലക്കിയാണത്. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ചർച്ച് ഓഫ് സേവിയർ ആൻഡ് സ്പിൽഡ് ബ്ലഡ് എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതാണ് ആ ചർച്ച്. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ പണി നടക്കുവാണ്. ഇതിപ്പോ ക്ലോസ്ഡ് ആണ്. ഇതിന്റെ ഇന്റീരിയർ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഗോയിങ് ഓൺ ആണ്. നമുക്ക് എന്തായാലും അതിന്റെ പുറത്ത് ഇത് കാണാം. ഞങ്ങൾ എന്തായാലും പോയി നോക്കാം. അവിടെ കേട്ടില്ല എന്നുള്ള നമുക്ക് അറിയാം. ഇത് ആക്ച്വലി ഇപ്പൊ ഒരു ചർച്ച് അല്ല, ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് പോലെയാണ്. ഇതൊരു മെമ്മോറിയൽ കൈൻഡ് ഓഫ് ബിൽഡിംഗ് ആണ്. ഇതിപ്പോ ഒരു ചർച്ചായി ഫംഗ്ഷൻ ചെയ്യണില്ല. ഇത് കൈൻഡ് ഓഫ് ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ്. മ്യൂസിയം പോലെയാണ്. മൊസൈക്സ് ആണ് അതിന്റെ ഇന്റീരിയറിൽ കാണിക്കുന്ന. മൊസൈക്സും ഇന്റീരിയർ റഷ്യൻ ആർട്ടും. ഇത് ഒരു മെമ്മോറിയൽ പാർട്ടായിട്ട് അലക്സാണ്ടർ III അയാളുടെ ഫാദറിന്റെ അസാസിനേഷനെ ബന്ധപ്പെട്ടുണ്ടാക്കിയതാണ്. അലക്സാണ്ടർ III സണ്ണ് അലക്സാണ്ടർ IIന്റെ അസാസിനേഷന് മെമ്മോറിയലായി ഉണ്ടാക്കിയതാണ്. അതാണ് സ്പിൽഡ് ബ്ലഡ് വരുന്നത്. ഇതിന് പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് വേൾഡ് വാർ II ശേഷം സോവിയറ്റ് ഏറെ സമയത്ത് ഇവർ ഇതൊരു വെജിറ്റബിൾ വെയർ ഹൗസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ജോക്ക് രീതിയിൽ സേവിയർ ഓൺ പൊട്ടാറ്റോസ് അങ്ങനെ ഇതിന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഡെമോളിഷ് ചെയ്യാനൊക്കെ നോക്കി. പിന്നെ ഏത് ഇയറാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, 1997 ഇത് റീഓപ്പൺ ചെയ്തത് ഒരു എന്താ പറയുക മ്യൂസിയം ആയിട്ട്. ഇപ്പൊ എന്തായാലും അത് ക്ലോസ്ഡ് ആയി. ഇന്ത്യയിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ പുറത്തിട്ട് അതെന്താ ഡക്സ് ആണോ? ഡക്സ് ഐസിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വാട്ടർ ബോഡിയാണ്. ഇവിടെ ഡക്ക് അവിടെ വെക്കുന്നത്. അതിനെക്കാട്ട് നടക്കില്ല ലെഗിട്ട് ഒരാള് സൈക്കിൾ ഔട്ട് ചെയ്യുന്നത്. എന്തൊരു സൈക്കിൾ ഔട്ട് ചെയ്യാണ് വരുന്നത്. മോസ്കോയിൽ വെച്ച് നമ്മൾ കണ്ട സെന്റ് ബേസിലിക്ക കത്തീഡ്രൽ ഇല്ലേ, അതിൻ്റെ ഒരു പോലെ ഉണ്ടത്. ഓൾമോസ്റ്റ് സെയിം ആർക്കിടെക്ചർ. അതെ. ഇതിന്റെ നിറം ടൈപ്പ് ആയാലും ഓരോന്നും ഓരോ പാറ്റേണിലാണ് കാണുന്നത്. മോസ്റ്റ്ലി ബ്ലൂ, ഗ്രീൻ, വൈറ്റ്, യെല്ലോ ആ ഒരു തീമിലാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, പോയി നോക്കാം. ടിക്കറ്റ് കൗണ്ടർ വെച്ച് നോക്കാം. പിന്നെ ഈ ആൻഡെക്സ് മാപ്പിൽ ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഉറപ്പില്ല. ഞങ്ങൾ വരാൻ നിന്ന റെയിൽവേ സ്റ്റേഷനും ക്ലോസ്ഡ് എന്ന് കാണിച്ച ഒരു പാനിക് ആയിരുന്നു. പക്ഷെ അത് നോർമൽ ആയിരുന്നു. ഐ തിങ്ക് കൗണ്ടർ ഈസ് ഓപ്പൺ. നമുക്ക് പോയി നോക്കാം. ഇത് ഇവിടത്തെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റോപ്പാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരാളെ ക്യാൻറ്റീൻ അത് മതി. പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണത്. ഇവിടത്തെ ബാക്കിയുള്ള ഞങ്ങൾ കടകളിലൊന്നും പോയി നോക്കിയില്ല. പക്ഷെ എന്നാൽ നമുക്ക്
ഒരു ലോങ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ ഒക്കെ ആണെങ്കിലും ഒക്കെ നല്ലതാണ്. ഒരു 1 വീക്ക് വെക്കേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് സെന്റ് ഐസക് കത്തീഡ്രൽ. അങ്ങോട്ടാണ് പോകുന്നത്. ഭയങ്കര സിസ്റ്റമാറ്റിക് അറിയാം. ആളുകൾക്ക് വാങ്ങിക്കാൻ നേരം വേറെ ആൾ ഒന്നും ചെയ്യില്ല. നമുക്കൊരു സുഖമായിട്ട് അവിടെ ആൾ 10 സെക്കൻഡ് 10 സെക്കൻഡേ ഉള്ളൂ. നമുക്ക് ഇതിവിടെ ഉള്ള കുറേ ആക്ഷൻ ഫിഗേഴ്സ് പോലത്തെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത് ഇവിടുത്തെ ചെസ് ബോർഡാണ്. ആ ബാക്കിക്കുന്ന ഈ ഫ്രണ്ടിരിക്കുന്ന നോക്കുന്നത്. പിന്നെ ഇത് ആ ചെസ് പീസസ് നോക്കും. ഓ, ഇവിടെ ഇരിക്കുന്ന ഇതെല്ലാം ചെസ് പീസസ് ആണ് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, ചെസ് പീസസ് ആണ്. ഹാൻഡ് ഇത് നോക്കിയേ, എല്ലാത്തിനും 1 പീസിന് 1000 സംതിങ് ആണ് വരുന്നത്. ഇതെല്ലാം അതിനൊക്കെ 993 ആണ്. ഇതെല്ലാം 993 വരിക. ഇവിടെ കുറേ മെഡൽസ് ഉണ്ട്. ഒരു ഹോണറി മെഡൽസ് പോലത്തെ സംഭവങ്ങളാണ് അതൊക്കെ. ആൻഡ് ഇവിടെ മാസ്ക്. ഇതെല്ലാം ഇവിടെ കണ്ട കുറേ ഡോൾസാണ്. ഭയങ്കര ഡീറ്റെയിലിങ്. അതായത് കഥൻ കറക്റ്റേഴ്സിനെ പോലെ പോയി. ഇതൊക്കെ ഈ പൂച്ചയെ കാണുമ്പോഴത്തേക്ക് ക്ലോ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അതിനകത്ത് പണ്ടത്തെ ഗെയിമാണ്. അതിനകത്തുള്ള പോലത്തെ നിനക്കറിയാമോ? ക്ലോയിലെ പോലെ ഉണ്ടല്ലേ. ഞങ്ങൾ അവിടെ ആ കത്തീഡ്രലിൻ്റെ ആ ഒരു ഗോപുരം കാണാം. ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സെന്റ് ഐസക് കത്തീഡ്രൽ ആണ്. കാണുന്നതാണ്. ഇത് ഇന്ന് ക്ലോസ്ഡ് ആണ് ആക്ച്വലി. ഓപ്പൺഡ് അല്ല, നാളെ ഓപ്പൺ ആവുള്ളൂ എന്നാ കണ്ടേ. ഇതിന് മേലെ ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ട് ക്ലൈംബ് ചെയ്ത് പോയാൽ നമുക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഫുൾ വ്യൂ കാണാന്നാ പറയുന്നത്. ഇത് ബേസിക്കലി ഒരു മ്യൂസിയം കൈൻഡ് ഓഫ് തിങ് ആണ്. അകത്തേക്ക് നമുക്ക് കയറാം. ചർച്ചിന്റെ അകത്തേക്ക് നമുക്ക് കയറാം. അല്ല, അവിടെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് പോയി നോക്കട്ടെ. മ്യൂസിയമോ ആണ്, അതേപോലെ ഒരു ചർച്ചാണ്, ഫങ്ഷനിങ് ചർച്ചാണ്, ഓർത്തഡോക്സ് ബസിലിക്ക. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഒരു 1858 സമയത്ത് കഴിഞ്ഞത്. അതിന് മുമ്പ് ഇത് 1 ഓഫ് ദ ലാർജസ്റ്റ് ഓർത്തഡോക്സ് ബസിലിക്ക ആയിരുന്നു യൂറോപ്പിലത്തെ. ചർച്ച്. ഇതിന്റെ ആർക്കിടെക്ചർ വരുന്നത് ഒരു നിയോ ക്ലാസിക്കൽ ബസന്റൈൻ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. ഇത് ഉണ്ടാക്കാനൊരു 40 years എടുത്തിട്ടുണ്ട് എന്നാ പറയണത്. കുറെ എഞ്ചിനീയറിംഗ് ചാലഞ്ചസും മറ്റേ മറിച്ചൊക്കെ ഉണ്ടായിട്ട്. അപ്പോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ടിക്കറ്റ് ഓഫീസ് കാണുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. ആക്ച്വലി ഓപ്പൺ ആണെന്ന് തോന്നുന്നേ. റൈറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റിന്റെ. ടൈം ക്ലോസ് ആവാനായി, 5:30 വരെ ഉള്ളൂ. ഓക്കെ, പിടിച്ച് ഞാൻ ചോദിക്കട്ടെ. Two tickets. How much is it? Only up. Only up, yes. 600. 300 rubles ആണ് ഒരാൾക്ക്. No change for mine. Change. ഞങ്ങളിപ്പോൾ മുകളിലേക്ക് പോകേണ്ട ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഹായ്. Open camera, take picture together. No need. അവര് പക്ഷെ ഞങ്ങൾക്ക് ഇതേപോലെ വന്നിട്ട് ഒരാളുടെ ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടിയല്ലേ? വീഡിയോ കിട്ടിയിട്ടുണ്ട്. വീഡിയോ കിട്ടി. ഇവിടുന്ന് മുകളിലേക്ക് കയറണം. ലിഫ്റ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ഹൈറ്റ് കയറുമോ നീ? ആ, ചാടിക്കയറി മുകളിലേക്ക് പോകണമെന്ന് ഒന്നേണ്ട്. അപ്പൊ പറഞ്ഞ ലിഫ്റ്റ് അല്ലേ?
അപ്പെന്ന് വെച്ചാൽ ലിഫ്റ്റിംഗ് ഗിഫ്റ്റ് പിന്നെ അതിന് 600 രൂപ ഒരു സൈഡിലേക്കുള്ള ചോദിച്ചത്, താഴത്തേക്ക് പോലെ ആക്കൂലേ നമ്മളെ. അപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ടിക്കറ്റ് അകത്ത് പള്ളി കാണാൻ പറ്റൂലെന്ന് പറഞ്ഞ. ഇതാണ് പള്ളിയുടെ ചർച്ചിന്റെ ഒരു എന്താ വർക്കത്. എൻട്രൻസ് മ്യൂസിയം പറ്റൂല, അതാ നമുക്ക് പറ്റുന്ന ആ മുകളിലേക്കുള്ളതാ. അതാവുമ്പോ നമ്മള് പൈസ കൊടുത്ത് വെറുതെ. ഇവിടെ നിന്നിട്ട് 2 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങള് ബാക്കി കാണിക്കാം. ഞങ്ങൾ അങ്ങോട്ട് കയറി. ഫുട്ടിൽ കയറാൻ പറ്റാത്ത ഒരാൾക്ക് കിട്ടിയ ഇതല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. പണിയാണ്. ലിഫ്റ്റിന് നമ്മള് പൈസ കൊടുക്കണത്. അപ്പെന്ന് പറയുന്ന മുകളിലേക്ക് നടന്ന് കയറാനുള്ള. അപ്പൊ ഡൗണിക്ക് വേണ്ട, നമ്മൾ ഒരു സൈഡല്ല അപ്പ് പറഞ്ഞത്. മുകളിലത്തെ അതായത് മ്യൂസിയം ഇല്ല. ഞാൻ വിചാരിച്ചു ഒരു സൈഡിലേക്ക് അപ്പ് മതി, അതുകൊണ്ട് 300. തിരിച്ച് നമുക്ക് നടന്ന് സ്റ്റേഴ്സ് വരാം. മേലേക്ക് ലിഫ്റ്റ് വിചാരിച്ച് നിൽക്കുന്നു. തലർമ്മ 1 കിലോമീറ്റർ സ്റ്റെപ്പ് കയറിയാൽ മതി. ഇരിക്കാം കുറച്ചേരം. ഇന്ന് തന്നെ ഒരു 15,000 സ്റ്റെപ്പ് ഞങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര സ്റ്റെപ്പ് നടന്നു നോക്കട്ടെ. ഇരിക്കാം. അയ്യോ, ഇന്ന് തന്നെ അത്യാവശ്യം ഞങ്ങള് 14,000 സ്റ്റെപ്പ്. ഞാൻ മോളിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ച കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആള് സ്റ്റെപ്പ് കയറി വരും. ഓക്കെ, അല്ല സ്റ്റെപ്പ് തീർന്ന് ഇനി ചെറിയ സ്റ്റെപ്പും കൂടെ കയറിയാൽ മതി. വെയിറ്റ് ചീപ്പായിട്ടുള്ള അഫി വെയിറ്റ് അഫി മിനിറ്റ്. ഇവിടെ തന്നെ ബട്ട് ഈ മോളോട്ട് പോകണം. നല്ല വ്യൂ ആണെന്നുണ്ടെങ്കിൽ മൈക്ക് വീണാ വീണട്ടോ. ശ്രദ്ധിച്ചാ മൈക്ക് ശ്രദ്ധിച്ചോ. ഇവിടുന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഫുൾ വ്യൂ. അത് കണ്ടിട്ട് ഓ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഫുൾ കാണാം. ഇതാണ് ഏറ്റവും മസ്റ്റ് വിസിറ്റ് പ്ലേസാ. ഞങ്ങൾ സ്കിപ്പ് ചെയ്താലോ വിചാരിച്ച, പക്ഷേ മസ്റ്റ് വിസിറ്റ്. ഞങ്ങൾ പോയ ഹെർമിറ്റേജ് അവിടെയാണ്. അവിടെയാണ് ഹെർമിറ്റേജ്. ഇത്ര അടുത്തായിരുന്നു അത് പാലസ് ഹെർമിറ്റേജ്. ഓ ഇത് കണ്ടോ, എല്ലാതും ഒരു ലൈനിലാ. ഇതൊക്കെ ഇവിടെ എല്ലാതും ഒരേ ലൈനിലല്ലേ ഉള്ളത്. അതെ, യാ ഒരുപാട് ഞങ്ങൾ മുകളിലേക്ക് പോയിട്ട് നോക്കാം. മുകളിലേക്ക് അവിടെ ഞങ്ങൾ വരുന്ന കണ്ട് പേടിച്ചാൽ കയറിപ്പോയി. ഇവിടത്തെ ആ വ്യൂ നോക്ക്. പക്ഷെ ഞങ്ങൾ അത്രയ്ക്ക് ഹൈറ്റിലാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ എന്നാ പള്ളിയുടെ അകത്തെ വ്യൂ ഒക്കെ ഒത്തിരി കാണും. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഇത് സെന്റ് പീറ്റേഴ്സ്ബർഗ് സിറ്റി കാണാന്നുള്ള. ആ ഒരു വ്യൂ കണ്ടു നോക്ക്. ഇത് വെറുതെയാണല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് നടക്കണമെന്നുള്ളൂ. മലകയറ്റം മല കയറി ഒരു ഇതായി. ഇതാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. ഇവിടുന്ന് ഫുള്ളുണ്ട്. ഞാൻ ഫസ്റ്റ് ഇപ്പൊ കാണുന്നതാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ വ്യൂ. ഞങ്ങൾ ഫുള്ള് ഒരു 360 വ്യൂ കാണിച്ചത്. ഇങ്ങനെ С начала XIX века здесь размещается Санкт-Петербургский университет, одно из крупнейших учебных заведений страны. Университету принадлежит еще несколько зданий. Отсюда и название набережной университетская.
Еще одно примечательное здание – дворец первого генерал-губернатора Петербурга Александра Даниловича Меньшикова, знаменитого сподвижника Петра I. Это здание темно-желтого എത്തിയോ 360 ഇല്ല അറിയില്ല. ഇല്ല നമ്മൾ എത്തിയിട്ടില്ല. Меньшиковский дворец был первым каменным дворцом Петербурга. ഇതൊക്കെ ഇവിടുന്ന് കാണാ ഫുള്ള് സ്നോ ഫുള്ള് അല്ലേ? അതെ, ഫുള്ള് വൈറ്റ് ബിൽഡിങ്. 1710-1714 годах. Дворец позднее перестраивался, поскольку в нем находился первый кадетский корпус. Теперь, после реставрации, ему возвращен прежний облик, и в нем размещена экспозиция отдела русской культуры Государственного Эрмитажа. ഫുള്ള് 360 ഇറങ്ങാല്ലേ ഇതുവഴി. Университетской набережной важное место принадлежит зданию Академии художеств, расположенному в виде Меньшиковского. 360 ആകാറായി. ഹെർമിറ്റേജ് ആയിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞങ്ങളിവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുക. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ സ്ഥലങ്ങൾ കാണിച്ചത്, ഞങ്ങൾ പോയ സ്ഥലങ്ങൾ. ഇവിടെ ഹെർമിറ്റാജ് കാണാം, ഇവിടെ പാലസ് സ്ക്വയർ, ഇത് മറ്റേ സെയിൻറ്റ് സേവിയർ ഓൺ ബ്ലഡ് സ്പിൽഡ് ബ്ലഡ്. കസാൻ എവിടെയാണോ? ഈ സേവിയറിന്റെ നേരെയാണ് കസാൻ വരുന്നത്. അപ്പോ അവിടെ അല്ലേ, ഈ സൈഡിലേക്ക്, ആ സൈഡിലോട്ടാരോ? അതേ ഉണ്ട് കസാൻ. കസാൻ്റെ അവിടെ അവിടെയാണ് കസാൻ. ഒറ്റ ഫ്രെയിമിൽ കാണിച്ചത് കസാൻ, സെൻറ്റ് സേവിയർ, ഹെർമിറ്റാജ്, പാലസ് സ്ക്വയർ, പിന്നെ ബാക്കിലുള്ള മ്യൂസിയം. ഇതെല്ലാം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എല്ലാം അടുത്തടുത്തടുത്താണ് ഇങ്ങനെ നടക്കുന്നത്. തണുപ്പ് എങ്ങനെയുണ്ട് ചുരുവേ? നല്ല തണുപ്പ്. കൈയെല്ലാം കൂടെ ഫ്രീസ് ആവുന്നു. ഇവിടെ എന്തോ പള്ളിയിലെന്തോ ഒരു പ്രാർത്ഥനയാ, എന്തോ ഒരു റഷ്യൻ ഭാഷയിൽ കേട്ടോണ്ടിരിക്കുക. പ്രാർത്ഥന ഒന്നല്ല, പ്രസംഗമാണ്. മ്യൂസിയം ആണ്. ഇവിടെ ഹെർമിറ്റേജ് അങ്ങനെ പല സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഇത് പറയാണ് സ്ഥലങ്ങളൊക്കെ. ഇവിടെ ഒരു ബെല്ല് കാണാം. ഒന്നും വളരെ ടൈം ആകുമ്പോഴത്തേക്ക് ബെല്ലടിക്കാൻ തോന്നില്ല. അതിൻ്റെ അടുത്തുള്ള ഞാൻ ചെവിയോ. ഇതൊക്കെ ഇലക്ട്രിക്കിന്റെ ആവുന്നു ഇപ്പൊ. പിന്നെ അതൊക്കെ ഇലക്ട്രിക് ആണ്. എങ്ങനെ അവിടെ വയസ്സുണ്ടോ? ടൈം ആകുമ്പോഴത്തേക്ക് ഇലക്ട്രിക് അടിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട് തോന്നുന്നു. ഒരുപാട് ഇങ്ങനെ പുക പോകുന്നതാണ്. പിന്നെ സാധാരണ ഹോട്ടൽസിന് ഇതേപോലെ ഹീറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒക്കെ പുക ഉണ്ട്. ഇവരും സാധാ ഹീറ്റർ അത് പറയാൻ പറ്റൂല. ഇതൊക്കെ ഹീറ്ററിന്റെ ഒക്കെ ഇതാവുക, മറ്റേ സ്മോക്കാണ് പോകുന്നത്. സാധാരണ പൊല്യൂട്ടഡ് ആയതെങ്കിൽ ഈ തണുപ്പത്ത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര സ്മോക്ക് ആയാലും. ഇതങ്ങനെയല്ല, ക്ലീനാണ് സിറ്റി. വണ്ടിയൊന്നും അധികം ഇല്ലല്ലോ ഇവിടെ, തിരക്കില്ല. റഷ്യ ഇത്രയും ബിഗ് ഇതാണെങ്കിലും ട്രാഫിക് കുറവാ. മോസ്റ്റ്ലി ആൾക്കാരെ മെട്രോ ആണ് എടുക്കുന്നത്. മെട്രോ, പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രാം, ബസ്, അതൊക്കെ. ഇനിയാളെ എക്സിറ്റ് എങ്ങോട്ടാണ് നോക്കട്ടെ. സോ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി താഴത്ത് പോയി ആ കാണുന്ന ഗ്രൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. എന്തായാലും ഞങ്ങൾ പോയി നോക്കിയിട്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു, എൻ്റെ പേര് വായിക്കാൻ കിട്ടുന്നില്ല, എന്തോ ഫുഡ് ഹാളൊന്നും ആകെ. ഇവിടെ ഒരു വെറൈറ്റി വൈബിലുള്ള ചോക്ലേറ്റ്സും മഫിൻസൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. സോ ഞങ്ങളതൊന്ന് കയറി കണ്ടു നോക്കുവാണ്. നമ്മളൊരു വീഡിയോക്കകത്ത് കണ്ടായിരുന്നു, ഒരു മസ്റ്റ് വിസിറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പറഞ്ഞാണത്. സോ അങ്ങനെ കയറാൻ പറ്റുമോ? കയറി നോക്കാം. കോഫി റെസ്റ്റോറന്റ് ആണല്ലോ. നമുക്ക് കയറി നോക്കാൻ പറഞ്ഞു.
ഇവിടെ ഇതെല്ലാം ചോക്ലേറ്റ്സാണ് ഉള്ള. ഇവിടെ ഇങ്ങോട്ടോ ഇതൊക്കെ എന്തോ സുവനീഴ്സും ചോക്ലേറ്റ്സും ഒക്കെ, കുക്കീസ്. എന്ത് എന്താ എന്തോ ഒരു കുക്കീസ് വിത്ത് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് മഫിൻസ് ഉണ്ട്. ഇത് സെറ്റ് ഓഫ് മഫിൻസിൻ്റെ ആണ് റേറ്റ്. മാക്രോൺസ്. സോറി ഇവിടെ മാക്രോൺസ് ഉണ്ട്. ഓ ക്യാവിയർ ഇത് 250 ഗ്രാമിന് 1000 റൂബിൾസ്. ഇത് അയാൾ മാറി തരുന്നതാ. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇതൊക്കെ ഒരു 350-400 റൂബിൾസ് വരുന്ന ഐറ്റംസാണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സംഭവങ്ങൾ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ചോക്ലേറ്റ്സ് ഇവിടെ കൂടുതലുള്ള. ഇവിടെ ഇതൊക്കെ ചോക്ലേറ്റ്സ് എന്തോ ഒരു ഹെർബൽ ടീ പോലത്തെ എന്തോ സംതിങ് കണ്ടാവും. ഇത് നമ്മുടെ നാരങ്ങ മിഠായി. ലുലു നാരങ്ങ മിഠായി 600 രൂപയാണ് ഇവിടെ നാരങ്ങ മിഠായിക്ക്. ഇവിടെ മീറ്റ്, പിന്നെ അവിടെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. എന്താ ഇൻട്രസ്റ്റ് ഇല്ലേ? നോക്കല്ലേ നോക്കണ എന്തെങ്കിലും വേണോ നിനക്ക്? ഇതൊക്കെ ചോക്ലേറ്റ് ആണ്. സാൾട്ടോ കണ്ട എനിക്കറിഞ്ഞൂടെ എന്തോ സംഭവം. ഇതൊക്കെ 100 ഗ്രാമിന് 800 രൂപയായിരുന്നു. പിസ്താഷ്യോ ചോക്ലേറ്റ് സൗദിയിലായത് നമുക്ക്. ഇത് മറ്റേതല്ലേ ഡിലൈറ്റ്, ടർക്കിഷ് ഡിലൈറ്റ് പോലത്തെ. ഇതെന്തുവാ? ഓ പീനട്ട് ഹൽവ വിത്ത് ഹൽവ ഇൻ വൈൻ 370. വാവ്. ഇതൊക്കെ ഫ്രൂട്ട്സിന്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ്. രസമുണ്ടല്ലേ? രസമുണ്ട്. ഇതൊക്കെ ഗ്രാം വൈസ് ആണ്. ഇതൊക്കെ 150 രൂപ എങ്ങാണ്ട് ഒരു പീസിനാണ്. അതാ 150. 1900 ഇത്. അതൊരു പീസിന്. ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ്സ് ഇവിടെ ബേക്കറി ഐറ്റംസ് ആണ് വരുന്നത്. ഓ ഇതൊക്കെ 250 ഉള്ളൂ. വലിയൊരു സാധനമല്ല. എന്നിട്ട് ഇവിടുന്ന് വാങ്ങിയാൽ മതി എന്തെങ്കിലും കുറയ്ക്കാൻ. ഇതൊക്കെ ആൽക്കഹോൾസ് ആണ് വരുന്നത്. ആണോ? ഇതൊക്കെ ഇതാണ് 22,000. ESOP അത് 44,000, 53,000. മറ്റേ സിറപ്പ് പോലത്തെ. ഇതൊക്കെ ആൽക്കഹോൾ സെക്ഷൻസ്. സോ അല്ല ഞങ്ങളിപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി റൂമിലേക്ക് പോവുകയാണ്. ഇന്നെന്തായാലും അത്യാവശ്യം കുറേയൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ. ഇന്നലത്തെ പെൻഡിങ് ഉണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും കംപ്ലീറ്റ് ആയി. ആക്ച്വലി നേരത്തെ വേറെ കാര്യം പറയാൻ പറ്റുമല്ലോ, ഞങ്ങൾ ഒരു ഗൈഡോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഐറ്റിനറിയൊക്കെ ഞങ്ങൾ തന്നെ ഓൾറെഡി ഉണ്ടാക്കി. റഷ്യയിലോട്ട് വരുമ്പോൾ അങ്ങനെ ഗൈഡ് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് റിലാക്സ് മൂഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഹറി ചെയ്ത് ഡേയ്സ് കുറവാണെങ്കിലൊക്കെ ഗൈഡല്ല. പിന്നെ ഞങ്ങൾ നോക്കിയ ഗൈഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. അവർ ട്രാവൽ ഏജൻസി ത്രൂ ഒക്കെ പോകണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. ഒരാൾക്ക് 3 ലാക്ക് പെർ പേഴ്സൺ. ഞങ്ങൾ ടോട്ടൽ അത്ര വരുന്നുണ്ടല്ലോ. ടോട്ടൽ അതിൻ്റെ എത്രയും പോലും വരത്തില്ല. അതെ, എൻ്റെ പകുതി വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഞങ്ങൾക്കിപ്പോൾ ഫുഡും കാര്യങ്ങളും ബാക്കിയുള്ള എക്സ്പെൻസ് നോക്കിയിട്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കുറവാണ് ഇവിടെ വരുന്നത്. സോ ദിസ് ഇസ് ദ ഡേ 4. ഇതാണ് ഞങ്ങളുടെ ഡേ 4. നാളെ ഓക്കെ. നാളെ കുറച്ച് കാര്യങ്ങളുണ്ട്.
ന്യൂസ് സ്പേസ് എക്സ്പ്ലോറേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. റഷ്യ ആക്ച്വലി സ്പേസ് എക്സ്പ്ലോറേഷനിൽ നല്ല അഡ്വാൻസ്ഡ് ആയിരുന്നല്ലോ ഏർലി ഡേയ്സിലൊന്നും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ബൈ.